ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ ആയിട്ട് തേങ്ങ അരച്ചൊരു നാടൻ ഫിഷ് കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാം മുരശാണ്. അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങായും ഒരു 7-8 ഉണക്കമുളകും എരിവുള്ള മുളകാണ്, പിന്നെ ഒരു ചെറിയ 2 പീസ് ഇഞ്ചി, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി. ഇത് ഇത്രയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉണക്കമുളക് ഇടുക, പിന്നെ ഈ ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക, അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു മൺചട്ടി ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക്, ഇടത്തരം പച്ചമുളക് ഇതിലേക്ക് ഇതുപോലെ നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഇത് ആവശ്യത്തിനുള്ള ആ ഒരു വെള്ളത്തിൻ്റെ കണക്കനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടുത്തായിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മാങ്ങ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കിയ മാങ്ങ ആണ്, നല്ല പുളിയുള്ള മാങ്ങ ആണ് കേട്ടോ ഇത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തീ ഒന്ന് ഒരു ഇടത്തരം തീക്കകത്ത് വെച്ച് ഈ മാങ്ങ ഒന്ന് പകുതി വേഗമാകുന്നിടം വരെ ഒരു 2 തള തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ മാങ്ങ ഒക്കെ ഇതുപോലെ ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അരപ്പും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. 2 തള തിളയ്ക്കുമ്പോൾ തന്നെ വേകുന്ന ആ ഒരു മീനാണിത്. അധികം വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്കിനി അടുത്തായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമുക്കിനി ഇത് ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉലുവ ആണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ ഉലുവ ഒന്ന് നല്ല മൂത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെറിയുള്ളി ഒരു 4-5 ചെറിയുള്ളി നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു 2 കരിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ മീൻ കറിയിലേക്ക് ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് താളിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം. ഇതിൻ്റെ ആ ഒരു താളിച്ച സ്മെല്ലെല്ലാം പോകാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഇത് മൂടി വെച്ചതിന് ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ നല്ല തേങ്ങ അരച്ച് മാങ്ങായിട്ട് ഫിഷ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഈ മീൻ കാണുന്ന പോലെയല്ല, ഇതിങ്ങനെ കറി വെച്ച് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു തവണ കൂട്ടിയാൽ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെയാണ് റെഡിയാക്കി കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.